അസ്സലാമു അലൈക്കും. ഇന്ന് ലുക്മാൻ അലൈഹിസ്സലാം തൻ്റെ മകന് നൽകിയ 10 ഉപദേശങ്ങളെക്കുറിച്ചാണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തേത്, ഷിർക്ക് ചെയ്യരുത്, അതായത് അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. എൻ്റെ കുഞ്ഞു മകനെ, നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. തീർച്ചയായും ഷിർക്ക് മഹാ അക്രമം തന്നെയാകുന്നു. 2, മാതാപിതാക്കളോട് നന്മ ചെയ്യുക. മനുഷ്യൻ തൻ്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ നാം ഉപദേശം നൽകിയിരിക്കുന്നു. ക്ഷീണത്തിന്മേൽ ക്ഷീണത്തോടെയാണ് മാതാവ് അവനെ ഗർഭം ചുമന്നത്. അവൻ്റെ മുലകുടി നിർത്തുന്നതാകട്ടെ 2 വർഷം കൊണ്ടുമാണ്. അതുകൊണ്ട് എന്നോടും നിൻ്റെ മാതാപിതാക്കളോടും നീ നന്ദി കാണിക്കുക. എൻ്റെ അടുത്തേക്കാണ് നിങ്ങളുടെ മടക്കം. 3, സകല കാര്യങ്ങളെക്കുറിച്ചും അള്ളാഹു ബോധവാനാണ്. എൻ്റെ കുഞ്ഞു മകനെ, അത് ഒരു കടുകുമണിയോളം തൂക്കമുള്ളതാണെങ്കിൽ പോലും, ഒരു പാറക്കെട്ടിനുള്ളിലോ ആകാശങ്ങളിലോ ഭൂമിയിലോ ആണെങ്കിൽ പോലും അള്ളാഹു അത് കൊണ്ടുവരുന്നതാണ്. തീർച്ചയായും അള്ളാഹു സൂക്ഷ്മജ്ഞാനിയും എല്ലാം അറിയുന്നവനുമാണ്. 4, നിസ്കാരം മുറപ്രകാരം നിലനിർത്തുക. എൻ്റെ കുഞ്ഞു മകനെ, നീ നമസ്കാരം നിലനിർത്തുക. 5, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക. 6, വിഷമങ്ങളിൽ ക്ഷമ പാലിക്കുക. നിനക്ക് നേരിടുന്നതിന്മേൽ ക്ഷമിക്കുകയും തീർച്ചയായും അത് ദൃഢനിശ്ചയം ചെയ്യേണ്ട കാര്യങ്ങളിൽ പെട്ടതുമാകുന്നു. 7, അഹങ്കാരത്തോടെ മുഖം തിരിക്കരുത്. നീ ജനങ്ങളുടെ നേരെ അഹങ്കാരത്തോടെ നിന്റെ മുഖം തിരിച്ചു കളയരുത്. 8, ധിക്കാരത്തോടെ ഭൂമിയിൽ നടക്കരുത്. ഭൂമിയിൽ നീ അഹങ്കാരത്തോടെ നടക്കുകയും ചെയ്യരുത്. ദുരഭിമാനിയും പൊങ്ങച്ചക്കാരനുമായ യാതൊരാളെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. 9, നടത്തത്തിൽ മിതത്വം പാലിക്കുക. നിന്റെ നടത്തത്തിൽ നീ മിതത്വം പാലിക്കുക. 10, ശബ്ദം താഴ്ത്തുക. നിന്റെ ശബ്ദം താഴ്ത്തുകയും ചെയ്യുക. തീർച്ചയായും ശബ്ദങ്ങളിൽ വെച്ച് ഏറ്റവും വെറുക്കപ്പെട്ട ശബ്ദം കഴുതയുടെ ശബ്ദമാകുന്നു. അപ്പോൾ ഈ 10 കാര്യങ്ങളാണ് ലുക്മാൻ നബി അലൈഹിസ്സലാം തൻ്റെ മകന് നൽകിയിട്ടുള്ള ഉപദേശങ്ങൾ. ഇത് സൂറത്തുൽ ലുക്മാനിലെ 13 മുതൽ 19 വരെയുള്ള ആയത്തുകളിലാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.